വാസ്തവത്തിൽ ഇവരെ ഞാൻ പറിക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പറമ്പ് മൊത്തം ആയിട്ടുണ്ട്. അപ്പം ചെളിയുടെ ഈ ഒരു സമയം കഴിയുമ്പോൾ പറിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. എന്നിരുന്നാലും ഇവരെ ഇങ്ങനെ നുള്ളാൻ ചെല്ലുമ്പോഴുണ്ടല്ലോ, സുഗതകുമാരി ടീച്ചറിൻ്റെ ആണ് എന്ന് തോന്നുന്നു. ടീച്ചർ ഒരു കവിത എനിക്ക് ഓർമ്മ വരും. അതിങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. പിച്ചിടല്ലേ പറിച്ചിടല്ലേ, കൊച്ചുപൂവിനെ നോവിച്ചിടല്ലേ. ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കുക. മറ്റുള്ളവർക്ക് സന്തോഷം പകരാനായി ഞാൻ നിന്നെ പറിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്കൊരാഗ്രഹം, അത്ത വിടണമെന്ന്. എൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി പൂവേ നിന്നെ ഞാൻ പറിച്ചെടുത്തു. സുന്ദരിയാണ് നീ, സൗന്ദര്യത്തിൻ്റെ നിറകുടമാണ് നീ. പിച്ചിടല്ലേ പറിച്ചിടല്ലേ, കൊച്ചുപൂവിനെ നോവിച്ചിടല്ലേ. വട്ടാണോ എന്നല്ലേ, ചില ഭ്രാന്തുകളൊക്കെ ഉണ്ടല്ലോ, അത്രമേൽ സുഖകരമാണ്. 32ാമത്തെ വയസ്സിലും ഈ ചെളി ചവിട്ടി പൂക്കളെടുത്തെടുക്കുന്നതിൻ്റെ ആ ഒരു രസം ആസ്വദിക്കണം. കുറച്ച് ഭ്രാന്തൊക്കെ വേണം. പ്രത്യേകിച്ച് അതെൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൂടിയാകുമ്പം അതൊരു തരം ലഹരിയാണ്. പൂമ്പാറ്റകളെ നിങ്ങൾ എവിടെയാണ്, പൂച്ചയാടികളെ നിങ്ങൾ എവിടെയാണ്, പൂമ്പാറ്റകളെ നിങ്ങൾ എവിടെയാണ്, പുൽച്ചാടികളെ നിങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞാൻ പറിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് വിഷമം വരുന്നില്ലേ? നിങ്ങളെന്താ പ്രതികരിക്കാത്തത്? നിങ്ങൾക്ക് സങ്കടം വരുന്നില്ലേ? നിങ്ങളെന്താ കരയാത്തത്? പകയാണ് പ്രകൃതിക്ക് മനുഷ്യരോട്. ഈ കാഴ്ച കണ്ടാൽ ഈ പൂ വറുത്തെടുക്കാൻ നമുക്ക് തോന്നുമോ? തോന്നുന്നില്ല. ഈ ചെളി ചവിട്ടി നടക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇഴക്കി ചവിട്ടി നടക്കുന്നത്. എടുക്കാമോ? ഞാൻ ഇതൊന്ന് അതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പിടാതെ നടക്കുന്നത്. അമ്മയല്ലേ എന്നെ പൂ പറിക്കാൻ പറഞ്ഞു വിട്ടത്. കണ്ണേ, സ്മൈൽ പ്ലീസ്. ഇത് ചെയ്തിട്ട് കറി വെച്ചാൽ മതി. ഇത് ചെയ്തിട്ട് വെച്ചാൽ മതി. മീനൊന്നും വെട്ടാനൊന്നും ഇല്ല. ആ വരും, ഇത് വെക്കാൻ ഇച്ചിരി പൂവല്ലേ ഉള്ളൂ. ഇന്നതിന് മുമ്പേ അതിന് ഫോട്ടോ എടുക്കും. നീ അങ്ങോട്ട് മാറി ഇരിക്കുക. അതിന് കസേര ഇരിക്കും. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്ത് പോരായോ. കാറ്റേ നീ വീശരുതിപ്പോ, കാറേ നീ പെയ്യരുതിപ്പോ. എൻ്റെ വട്ട്, ഇതാണ് എൻ്റെ ഭ്രാന്ത്, എൻ്റെ അമ്മയുടെ സന്തോഷം. എന്തിനാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടത്? അവിടെ ഇരിക്കാതെ പോകും. ആ പൂവൊക്കെ പോയടി. ഞാൻ പോവാം.
അതിനകത്ത് കിട്ടത്തില്ലടി. കിട്ടിക്കഴിഞ്ഞു. എവിടെ കാണട്ടെ ഈ 3 പൂക്കളെ തറ ആയിരിക്കും കിട്ടിയത്.